ഓപ്പറേഷൻ സിന്ദൂർ ഇന്ന് രാജ്യത്തെമ്പാടും എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളും മീഡിയാസും ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ചയാണ്. എല്ലാവരും അഭിമാന നിമിഷമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പഹൽഗാം ഭീകരാക്രമണം. ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഹണിമൂൺ ആഘോഷിക്കാൻ പഹൽഗാമിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വെടിയേറ്റ് മരിച്ചു കിടക്കുകയാണ്. ആ ഒരു ചിത്രം എല്ലാവരുടെയും മനസ്സിൽ വിങ്ങി പൊട്ടിയിരുന്നു. മനസ്സെല്ലാവരുടെയും ഭയങ്കരമായിട്ട് വിഷമവും ഒക്കെ ഉണ്ടായിരുന്ന വളരെ സങ്കടപ്പെടുത്തിയൊരു ദൃശ്യം തന്നെയായിരുന്നു അത്. അതിന് മറുപടി എന്നോണം അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിട്ട് പാകിസ്ഥാൻ അതിർത്തിയിൽ ചെന്ന് ഷെല്ലാക്രമണം നടത്തി പ്രതികാരം വെട്ടി മുഖ്യ സൂത്രധാരനൊക്കെ ഒരുപാട് മരണപ്പെടുന്നുണ്ട്. ഇതിനെതിരെ എല്ലാവരും നമ്മൾ ഇന്ത്യക്കാരൊക്കെ അഭിമാനിച്ചപ്പോഴും ആമിന നിജാം എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അത് സിനിമ നടിയാണ്, എനിക്ക് ഏത് സിനിമയിൽ അഭിനയിച്ചതെന്നറിയില്ല. ആ പെൺകുട്ടിയും സ്വരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും വന്നു. ഈ പെൺകുട്ടിയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഈ സിനിമ നടിയായ പെൺകുട്ടി പറഞ്ഞു, ഞാൻ യുദ്ധവും ചോര വീഴ്ത്തിയിട്ടൊന്നുമല്ല പ്രതികാരം ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് യുദ്ധങ്ങളിൽ സാധാരണക്കാർ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ഒരു വിഷയം അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിരുന്നു. ഇതിനെ പുള്ളിക്കാരത്തിനെ വിമർശിച്ച് ഒരുപാട് ആൾക്കാർ ചീത്തയും തെറിയും പറയുന്നുണ്ട്. എനിക്ക് ഈ പറയുന്ന വ്യക്തി ചെയ്ത സ്റ്റോറി ഇട്ടതിനോട് പ്രതികൂലമായിട്ടുണ്ട്, അനുകൂലമായിട്ടുണ്ട്. അനുകൂലം എന്താണ്, പ്രതികൂലം എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ആ ഭ്രമണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വ്യോമാഭ്യാസ പ്രകടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഇന്ത്യ പകരം വീട്ടുകയാണ്. ഇപ്പോൾ ഈ പുലർവേളയിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം 9 ഭീകര കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 9 ഭീകര കേന്ദ്രങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് സൈന്യം ഇപ്പോൾ ഈ ദൗത്യത്തിന് പേര് നൽകിയിരിക്കുന്നത്. പഹൽഗാമിൽ വീണ ഇന്ത്യയുടെ സഹോദരന്മാരുടെ ചോരയ്ക്ക്, ഇന്ത്യൻ പൗരന്മാരുടെ ചോരയ്ക്ക് ഇന്ത്യ 15ാം ദിവസം ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. ലാഹോർ, സിയാൽകോട്ട് അടക്കമുള്ള വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ അടച്ചിരിക്കുകയാണ്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഷെല്ലിംഗ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യാക്രമണം എന്നോണം പുറത്തു വരുന്ന വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ സമയം പുറത്തു വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ പ്രത്യാക്രമണം പഹൽഗാമിന് പകരം വീട്ടിക്കൊണ്ട് നടത്തിയിരിക്കുകയാണ്. ഇതാണ് 7-ാം തീയതി രാവിലെ. അദ്ദേഹം രാവിലെയൊക്കെ സമയത്താകുമ്പോൾ ഷെല്ലാക്രമണം നടത്തിയത്. ഒരുപാട് നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിലുണ്ടായി. ഈ പെൺകുട്ടി, ഈ നടി, ഇടയ്ക്ക് പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാണ്, ഈ നടി പറഞ്ഞ കാര്യങ്ങൾ, യുദ്ധം ഒരിക്കലും ഒരു ചോര വീഴ്ത്തിയിട്ടൊന്നുമല്ല പ്രതികാരം ചെയ്യേണ്ടത്, ഇങ്ങനെ യുദ്ധം ചെയ്തിട്ടുമല്ല. ഇനി ഈ പെൺകുട്ടിയോടുള്ള എൻ്റെ പ്രതികൂലം തന്നെയാണ് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. അതായത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് വന്ന് ഒരുപാട് നിരപരാധികളെ ഹിന്ദുവാണോ മുസൽമാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദുവാണെന്ന് പറഞ്ഞവരൊക്കെ വെടിവെച്ച് കൊല്ലുകയും അതുകൊണ്ട് ക്രൂര പ്രവൃത്തികളൊക്കെ ഇവർ ചെയ്യുകയുണ്ടായി. ഒരുപാട് ആൾക്കാർ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഈ പകൽഗാം അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തുകയുണ്ടായി. ഇതിന് തീർച്ചയായിട്ടും ഈ പെൺകുട്ടി പറയുന്ന അതൊന്നും ചോര വീഴ്ത്തിയൊന്നുമല്ല. കാരണം ഇവരെ പിന്നീട് തിരിച്ച് നമ്മൾ അഭിനന്ദിക്കണമോ? അവിടെ ഇങ്ങനെ ആൾക്കാരെ കൊന്നതാണ്, ഇവരൊന്നും മിണ്ടാതിരിക്കണമോ? ശരിക്കും ഈ തീവ്രവാദികൾ മരിച്ചു പോയാലും ആരും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, ഇവർ കൊല ചെയ്തില്ല. പക്ഷേ നല്ല മറുപടി, ഇത്രയും തീവ്രവാദികൾ ഇനി ആക്രമണം ഉണ്ടാകാതെ ഇരിക്കാൻ ഇവരെ ഉപദേശിച്ചിട്ട്, പോത്തിൻ്റെ ചെവി വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പോലെ ഇവരെ ഉപദേശിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. അതിന് പേരെ അവരെ കൊല്ലുക തന്നെയാണ് വേണ്ടത്. ഇനി ഈ പെൺകുട്ടിയുടെ അനുകൂലമായ നിലപാട്, ഞാനിപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്റ്റോറി ഇട്ടതിൽ അനുകൂലമായ നിലപാടുകൾ എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. ഇവർ ഈ ബോംബിട്ട് ആക്രമണം ഉണ്ടായി. ആ ആക്രമണം ഉണ്ടായതിന് ശേഷം ഒരു ചെറിയ ദൃശ്യം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. خفيف واوا بتروح يا حبيبتي واوا بتروح يلا تكفي سلامة قلبك يا حبيبي بدك مين بدك بابا هاي بابا اجا خفيف ചെറിയ ദൃശ്യമാണ് കണ്ടത്. ആ ഇടിഞ്ഞു വീണ സ്ഥലത്ത് ഒരു കൊച്ചുകുട്ടിയിരുന്ന് കരയുന്ന രംഗമാണ്. കാരണം പാകിസ്ഥാൻ തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് സാധാരണ കൊല്ലുന്നത് പാകിസ്ഥാൻകാരുടെ ഒരു രീതിയാണ്. സാധാരണക്കാർ ഇന്ത്യയിൽ വന്ന് സാധാരണ നിരപരാധികളെ കൊല്ലുന്നത്. ഒരു സൈന്യത്തോട് എതിർപ്പുണ്ടെങ്കിൽ സൈന്യത്തോട് പോയി നേരിടണം, ഒരു സാധാരണക്കാരെ കൊല്ലുകയല്ല.
ഇതേ സംസ്കാരം ഇതൊരു കുരിശ്. അതുപോലെ തന്നെയാണ് ഈ യുദ്ധം ചെയ്ത് പാകിസ്ഥാനിൽ ഇട്ടപ്പോൾ ഒരുപാട് സാധാരണ ജനങ്ങളും കൊല്ലപ്പെട്ടതായിട്ട് ന്യൂസുകളിൽ പറയുന്നുണ്ട്. സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, ഒരു സ്ത്രീ, അങ്ങനെ പലരും, ഒരു സാധാരണക്കാർ, അവരൊന്നും അറിയില്ലാത്ത, ഈ യുദ്ധങ്ങൾക്കിടയിൽ ഇതോ ഒന്നും അറിയില്ലാത്ത ഒരു വ്യക്തികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിലെ ഏതോ പയ്യൻ്റെ പേരറിയില്ല, ഈ തീവ്രവാദികൾ പാകിസ്ഥാനിലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇവർ ഈ നമ്മുടെ രാജ്യങ്ങൾ തമ്മിത്തല്ലിക്കാൻ വേണ്ടിയൊരു ചില നാരദക്കൂട്ടങ്ങളുണ്ട് തീവ്രവാദികൾ, അതിനിടയിലുണ്ട്. പാകിസ്ഥാൻ മുഴുവൻ തെറ്റുകാരാണെന്ന് ഞാൻ പറയുന്നില്ല, ആ കൊന്നവർ തന്നെയാണ് തെറ്റുകാരുള്ളത്. അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കണം. കൊലപാതകമല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കുറഞ്ഞതായിട്ട് കൂടുതലായിട്ട് അവരെ കൊല്ലുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് നിരപരാധി സാധാരണക്കാരുകൾ കൊല്ലപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടി പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത്. സാധാരണ ഇത്രയുള്ള കാര്യങ്ങൾ അവരുടെ ഈ സാധാരണ കുട്ടികളെന്ത് പഠിച്ചു, ഒരു കുട്ടിയുടെ നടക്കുന്ന ദൃശ്യമാണ്. ഒരുപാട് ദൃശ്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് സാധാരണക്കാർക്കും പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനോട് എനിക്ക് ഈ പെൺകുട്ടി പറഞ്ഞത് അനുകൂലമായിട്ട് തോന്നിയത്. ഒരുപാട് സാധാരണക്കാരെ എങ്ങനെ ആക്രമണങ്ങളെ അവരുടെ അടുത്തും സാധാരണക്കാർ ആക്രമണം ഏൽക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കുരുക്ഷേത്ര എന്ന സിനിമയ്ക്കകത്ത് അറിയാതെ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അതിനകത്ത് ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ ആർമിയും വില്ലൻ്റെ ആർമി, പാകിസ്ഥാൻ ആർമിയും ആൾക്കാർ. അപ്പോൾ ആൾക്കാരൊക്കെ ഈ പാകിസ്ഥാൻ ആർമിയിൽ വില്ലനെ, അതായത് പാകിസ്ഥാനിലെ വില്ലൻ ഇന്ത്യക്കാരെ കണ്ണു ചൂഴുന്നൊക്കെ എടുത്താണ് ഇന്നത്തെ ക്രൂരമായിട്ട് കൊല്ലുന്നത്. പക്ഷേ ഇത് ക്ലൈമാക്സിൽ വില്ലനെ തോൽപ്പിച്ച് കഴിയും. അപ്പോഴാണ് ഒരു മോഹൻലാൽ ടീമിലെ ഇന്ത്യൻ ആർമിയിലെ ടീമിലെ ഒരാൾ പറയുകയാണ്, എനിക്ക് അവൻ്റെ കണ്ണുകൾ വേണം, ചൂഴ്ന്നെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞുകൊണ്ടത് അവൻ്റെ സംസ്കാരം, നമ്മുടെ സംസ്കാരം ഇതല്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. സാധാരണ കൊല്ലുന്ന പാകിസ്ഥാൻകാരുടെ സംസ്കാരം, പക്ഷെ നമ്മുടെ സംസ്കാരം അതല്ല. നമ്മൾ ആ കൊന്നവൻ, അത് ഏതവനായാലും അവൻ എവിടെ ഏത് മാളത്തിൽ പോയാലും അവനവിടെ കൊല്ലും. ഒന്നുമില്ലാത്ത പാവങ്ങളെ കൊല്ലുന്നതിനോട് വിയോജിപ്പുണ്ട്. അത് കാരണം നമുക്ക് നമ്മുടെ ഒരു മക്കളാണെങ്കിൽ ഇപ്പോൾ ഒരു കൊച്ചു സംസാരിക്കും, നമ്മുടെയൊക്കെ വീടിനടുത്തുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളത് സഹിക്കുമോ? ഒന്നുമില്ലാതെ നിരപരാധികൾ ചെയ്യുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതൊരു പാകിസ്ഥാന് അനുകൂലമാണ്, ഇന്ത്യന് വിരോധമുള്ളതുകൊണ്ടൊന്നുമല്ല. നമ്മൾ ഇന്ത്യക്കാരുടെ സംസ്കാരമുണ്ട്, അങ്ങനെ പറയുന്നതാണ് യഥാർത്ഥ. ഞാനൊരു ഇന്ത്യക്കാരനാണ്, അതിലെനിക്ക് അഭിമാനമുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരത് ഇന്ത്യയുടെ സംസ്കാര രീതിയിലല്ല. കുട്ടികളെയും മറ്റുള്ള അവർ കാണിക്കുന്നവർ ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷേ എന്ന് വെച്ച് ഇങ്ങോട്ട് ചൊറിയാൻ വന്ന ഏത് വലിയ കൊമ്പനാണെങ്കിലും ആക്രമിക്കുന്നവൻ ആരായാലും അവനെ തീർത്ത് കളയാം, അതിൽ ഞങ്ങൾ സന്തോഷിക്കും. അല്ലാതെ ഈ കുട്ടികളെയൊക്കെ കൊല്ലുന്നതിൽ വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പെൺകുട്ടിക്ക് അനുകൂലമായിട്ടും അത് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായം ഉണ്ടാവും. അഭിപ്രായം എന്തായാലും ഒരിക്കലും പാകിസ്ഥാനെ അനുകൂലിക്കുന്നതല്ല. അവരുടെ ആൾക്കാർ തെറ്റ് തന്നെയാണ് ചെയ്തത്, ആ തീവ്രവാദികൾ തെറ്റ് തന്നെയാണ് ചെയ്തത്. അവരെയും ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ട്. മലാല യൂസഫായി, അങ്ങനെ കുറേ പേരുണ്ട്. നാദിയ മുറാദ്, വേറൊരു പയ്യനുണ്ടായിരുന്നു, അങ്ങനെ പാകിസ്ഥാനിൽ സ്കൂൾ ബോംബ് വയ്ക്കാൻ പോകുന്നു, അവരെ തടഞ്ഞു നിർത്തി സ്വയം പൊട്ടി രക്തസാക്ഷി പയ്യനുണ്ടായിരുന്നു, പേരെനിക്കറിയില്ല. അവരെ ആക്രമിച്ചുകൊണ്ട് ഇവിടെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ്റെ ഇടയിൽ കിടന്ന് ഇന്ത്യക്ക് ഇടയ്ക്ക് കിടന്ന ചില തീവ്രവാദി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, മതഭ്രാന്തന്മാർ. അവരെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത്. അതായത് പാകിസ്ഥാനിലുള്ള സാധാരണ ജനങ്ങളെ ഇവിടെ നിന്ന് ഒരുപാട് പേര് നാട് കടത്താനൊക്കെ നോക്കി. ഒരു പാവപ്പെട്ട അവരൊന്നും അറിയാത്ത നിരപരാധികളാണ്. ഇപ്പം നിരപരാധികളെ കൊല്ലുന്ന നമ്മുടെ സംസ്കാരമല്ല, ഇന്ത്യക്കാരൻ്റെ ഒരു സംസ്കാരമല്ല. യഥാർത്ഥ ഇന്ത്യക്കാരൻ അവന് അമ്മയും പെങ്ങളുമുണ്ട്, സഹോദരങ്ങളുമുണ്ട്. ഒരിക്കലും മറ്റുള്ള ഏത് രാജ്യത്തുള്ള സഹോദരി കുഞ്ഞുങ്ങളെയോ ഒന്നും കൊല്ലാൻ അവൻ്റെ മനസ്സനുവദിക്കില്ല. അതുപോലെ തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ ഈ ആക്രമണത്തിനോട് എനിക്ക് നല്ല കാര്യമാണ്. പകരം വീട്ടിൽ നല്ല ആരാ ഭീകരനൊക്കെ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞ്, കുടുംബം കൊല്ലപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഈ സാധാരണ ഒന്നും അറിയില്ലാത്ത പിള്ളേർ ഉണ്ടായ ദുരിതം കാണുമ്പോൾ ആ കുട്ടി ഇപ്പോൾ കരയണ കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. നമുക്കാണ് തിരിച്ചു വന്നിരുന്നെങ്കിലും. പക്ഷേ എന്നാൽ ഈ അജ്മൽ നിജാം പറഞ്ഞതിനോട് എനിക്ക് അനുകൂലമുണ്ട് പ്രതികൂലമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റൈനോ വ്ളോഗ്സ് സൈനിങ് ഔട്ട്.